ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ദേശീയ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും ഭീഷണി നേരിടുന്നു എന്ന് മാത്രമല്ല, പാർലമെൻ്ററി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിയമനിർമ്മാണം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം എത്തിപ്പെട്ടിരിക്കുകയാണ്. സാമൂഹ്യമായ അസമത്വ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ അസമത്വവും രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ദേശീയതലത്തിൽ ഒരുപാട് ഒഴിവുകളുള്ളപ്പോഴും നിയമനങ്ങൾ നടത്താത്ത ഒരു നിസ്സംഗത നിലനിൽക്കുന്നു. ഭരണകൂടത്തെ ഭയപ്പാടോടെ കാണേണ്ട ഒരു സ്ഥിതി പൗരസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളും വിവിധ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിവേചനപരമായ സമീപനത്തിൻ്റെ ഇരകളാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന താൽപ്പര്യങ്ങളെ നിരാകരിച്ച് ഉപരിവർഗത്തിൻ്റെയും വരേണ്യവർഗത്തിൻ്റെയും താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ ആകെ താൽപ്പര്യത്തെ എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. സാമൂഹ്യനീതി ഒരു പ്രധാന പ്രശ്നമാണ്. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം നമുക്ക് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായകരമാകുന്ന ജാതി സെൻസസിനെതിരെയുള്ള നിലപാട് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും അടിസ്ഥാന ജനതയുടെ ഭൂരിപക്ഷ ജനതയുടെ താൽപ്പര്യങ്ങളെ പരിഗണിക്കാതെയുള്ള നയനിലപാടുകളും നിയമനിർമ്മാണങ്ങളുമാണ് ഈ ഗവൺമെൻറ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സാമൂഹ്യ വിഭാഗങ്ങളും ഭീതിയിലാണ്. ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെൻറ്റിനെ ഭയപ്പെട്ടുകൊണ്ട് പൗരസമൂഹത്തിന് ജീവിക്കേണ്ടി വരുന്നുവെന്നത് ഖേദകരമായ സ്ഥിതിവിശേഷമാണ്. അഥവാ ജനാധിപത്യത്തിൻ്റെ സത്ത ചോർന്നുപോയി എന്നാണ് അതിൽ നിന്നും തിരിച്ചറിയേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, രാജ്യത്തിൻ്റെ ഭരണഘടന വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ മതപരമായ താൽപ്പര്യം കൊണ്ടുവന്ന് പ്രകടമായി വിവേചനം നടത്തുന്നു. ഏകീകൃത സിവിൽ നിയമം എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ബഹുത്വത്തെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഇത്തരം ഒരു ഭരണഘടനാ വിരുദ്ധമായ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘപരിവാർ BJP ഗവൺമെൻറ്റിനെതിരെ രാജ്യത്ത് വലിയ വികാരമാണ്, ജനാധിപത്യ ബോധമുള്ളവരുടെ പ്രതിഷേധമാണ്, വികാരമാണ് ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളും ജനാധിപത്യ ബോധമുള്ള ഭൂരിപക്ഷ സമൂഹവും ഇത്തരം ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നാളിതുവരെ ഭരിച്ച പ്രസ്ഥാനങ്ങൾക്ക്, പാർട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ രാജ്യത്ത് ദീർഘകാലം ഏകകക്ഷി ഭരണം നടത്തിയ പ്രസ്ഥാനങ്ങളുടെ നയവൈകല്യം കൊണ്ട് തന്നെയാണ് രാജ്യം ഇത്തരം ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭരണകൂടം തന്നെ ഇത്തരം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന ആപൽക്കരമായ ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിന്നാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അവനവൻ്റെ സംസ്കാരം പ്രകടമാക്കാനുള്ള അവൻ്റെ സ്വാഭാവികമായ താൽപ്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ ബാധിക്കാത്ത ഏതു സ്വാതന്ത്ര്യവും പൗരന് പരിരക്ഷിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന
ഭരണഘടനാ താൽപ്പര്യത്തെ തകർത്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം മിണ്ടാനും പറയാനും സഞ്ചരിക്കാനും ആഹരിക്കാനുമുള്ള അവകാശം വകവെച്ചു കൊടുക്കുന്ന, പൗരത്വം പോലും അതിന് വിധേയമായി മാത്രം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഗവൺമെൻറ്റിനെതിരെ ദേശീയ തലത്തിൽ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി SDP-യെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്ത് 2 മുന്നണികളാണുള്ളത്. 2 മുന്നണികളും ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല. അങ്ങനെ പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഒരു BJP വിരുദ്ധമായ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അത്തരം ഒരുമിച്ച് പോകുന്ന ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ UDFനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത്. അതോടൊപ്പം അതിന് 2 രാഷ്ട്രീയ ന്യായങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജാതി സെൻസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് SDP. ജാതി സെൻസസ് ഒരു പ്രധാന സംഗതിയാണ്. സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. അത് രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ചില കാര്യങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇത്തരം പശ്ചാത്തലങ്ങളാണ് ഇത്തരമൊരു നിലപാടിൻ്റെ ന്യായം. ഇപ്പോൾ ധാരണയൊന്നും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിതൊന്ന് ഇങ്ങനെ നിലപാട് പറയുന്നു. ഇനി അവരാണ് ഇത്തരം കാര്യത്തോട് സമീപനം സ്വീകരിക്കേണ്ടത്. നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, SDP-യുടെ രാഷ്ട്രീയ നിലപാടാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം 17,000-ലധികം വോട്ടുണ്ട്. കൊല്ലത്ത് 13,000-ഓളം വോട്ടുണ്ട്. മാവേലിക്കര 9,000-ഓളം വോട്ടുണ്ട്. ആലപ്പുഴയിൽ 11,000-ഓളം വോട്ടുണ്ട്. ഇടുക്കിയിലും 10,401 വോട്ടുണ്ട്. പിന്നെ ആലത്തൂർ അന്ന് 7,820 വോട്ടുണ്ട്. മലപ്പുറത്ത് 47,853 വോട്ടുണ്ട്. മലപ്പുറത്ത് വടകര 15,058 വോട്ടുണ്ട്. വയനാട് 14,326 വോട്ടുണ്ട്. പൊന്നാനിയിൽ 26,640 വോട്ടുണ്ട്. പിന്നെ കണ്ണൂർ 19,170 വോട്ടുണ്ട് 2014. കോഴിക്കോട് 10,596 വോട്ടുണ്ട്. പാലക്കാട് 12,504 വോട്ടുണ്ട്. വടകര 15,058 വോട്ടുണ്ട്. പിന്നെ ചാലക്കുടി 14,386 വോട്ടുണ്ട്. പത്തനംതിട്ട 11,353 വോട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് 2014 വോട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു പാർലമെൻറ്റിൽ അന്നത്തെ വോട്ട്. ഇതിനേക്കാൾ മലപ്പുറത്ത് ബൈ ഇലക്ഷനിൽ, അതെ, കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ അതെ, കഴിഞ്ഞ മലപ്പുറം ബൈ ഇലക്ഷനിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
നമ്മുടെ വോട്ട് ഇരട്ടിയായിട്ടുണ്ട്, ഇരട്ടിയിലധികമായിട്ടുണ്ട് നിലവിൽ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ. സോ അത് മാത്രമല്ല, അതിന് ശേഷം ഇതുവരെയുള്ള പാർട്ടിയുടെ വലിയൊരു വളർച്ചയുണ്ട്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ 100% വർധനവ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് വന്ന വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ചുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പാർട്ടിക്ക് വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പാർട്ടി കേഡർമാരുടെയും മെമ്പർമാരുടെയും എണ്ണത്തിലും പാർട്ടി അനുഭാവികളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ബി.ജെ.പി. സഖ്യമെന്നാണ് CPM-ഉം ഇടതുപക്ഷമൊക്കെ കുറെ നാളുകളായിട്ട് ആരോപിക്കുന്നത്. നിങ്ങളിപ്പോൾ ബി.ജെ.പി. വിരുദ്ധ സഖ്യത്തിന്റെ പേരിലാണ് കോൺഗ്രസിനെയും യു.ഡി.എഫിനെയൊക്കെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സംവിധാനം വഴി അതൊരു അന്വേഷിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ കോൺഗ്രസ് ബി.ജെ.പി. തമ്മിൽ ധാരണയോ സഖ്യമൊന്നും നമ്മളെന്താണെന്നറിയോ, നമ്മുടെ രാജ്യത്ത് പാർട്ടിയുടെ സാമ്പ്രദായിക പാർട്ടികളുടെ ലീഡർഷിപ്പിനെ വിലയിരുത്തുമ്പോൾ BJP-യിലേക്ക് പോയവരുടെ എണ്ണം ഏറ്റക്കുറച്ചിലുണ്ടാകുക എല്ലാ പാർട്ടിയിലും ഉണ്ട്. മുസ്ലിം ലീഗിൽ ഉൾപ്പെടെയുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, ഞാൻ അതോടൊപ്പം പറഞ്ഞല്ലോ, സാമ്പ്രദായികമായ പാർട്ടികളുടെ ഭരണവൈകല്യവും നയവ്യതിയാനവുമാണ് രാജ്യത്ത് ഇത്രയും ഒരു ദുരിതത്തിലേക്ക് എത്തിച്ചത്. BJP ഗവൺമെൻറ് എത്തിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ചയെന്ന് നമുക്ക് പറയാം. ഇന്ന് ഭരണകൂടം ഇത് ചെയ്യുന്നു എന്ന സ്ഥിതി എത്തിച്ചു എന്നതാണ്. പക്ഷേ എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ പ്രശ്നം. പക്ഷേ പാർട്ടിയുടെ നിലപാട് നമ്മളെപ്പോഴും അതാണ് പരിശോധിക്കുക. അപ്പോൾ കേരളത്തിൽ CPM-നെതിരെ ഇത്തരം ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. ആദ്യം പോയ MLA എന്താണ് CPM-ൻ്റെ ആണെന്നും, പിന്നെ അതോടൊപ്പം തന്നെ അബ്ദുള്ള കുട്ടി CPM ആണെന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വരുന്നുണ്ട്. ചില MLA-മാർ പോകാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി CPM ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതാണ് നോക്കുക. വ്യക്തികളുടെ നിലപാട് വെച്ച് നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ നിലപാട് എന്താണ്, നമ്മളതാണ് നോക്കുക. നിലവിൽ കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന ആളുകളൊക്കെ BJP പോയിട്ടുണ്ട്, ഇനിയും പോകുമായിരിക്കും, നമുക്കതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി BJP വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിത് അങ്ങനെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഇത് നിലവിലൊരു സാഹചര്യത്തിൽ ദേശീയ തലത്തിലെ ഒരു സാഹചര്യം ചർച്ച ചെയ്ത് കേരളത്തിൽ ഞങ്ങളെടുത്തൊരു നിലപാടാണത്. അങ്ങനെ ഔദ്യോഗികമായി ഒരു പിന്തുണ അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയം മുതൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് എടുത്തൊരു നിലപാടാണിത്. നമ്മളതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കുകളെ സംബന്ധിച്ച് തുടർന്നുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും സഹായകരമാകുന്ന ഒരു പ്രവർത്തനത്തിന് എന്താ പറയുക, സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ പറ്റും. പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചില പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാൻ പറ്റും, കുറച്ചുകൂടി പ്രവർത്തകരെ സജീവമാക്കാൻ പറ്റും. അതോടൊപ്പം അങ്ങനെയൊക്കെ പിന്നെ ദേശീയ സാഹചര്യങ്ങളിലൂടെയൊക്കെ പരിഗണിക്കണമല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ. ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് UDF, നമ്മളൊരു പൊതു ചർച്ചയിൽ UDF എന്നാണ് വന്നത്. മറ്റൊന്ന് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ ബദൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോഴും ഒരു പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ പൊതുവായ ചർച്ചയിൽ. UDF എന്ന പരിഗണന അത്തരം ചില ന്യായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അവിടെ നമുക്ക് ഞങ്ങളുടെ പാർട്ടിക്കൊരു നിലപാടുണ്ട്. ഒരാൾ RSS വിട്ട് വന്നാൽ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മുന്നണി BJP മുന്നണി വിട്ട് വന്നാൽ നമ്മളെ സഹകരിപ്പിക്കാൻ സന്നദ്ധമാണ്, നമ്മളവരുമായി സഹകരിക്കും. തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിർണായകമായി സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ADMK. അത് DMK പലപ്പോഴും സ്വീകരിച്ചതുപോലെ തന്നെ BJP-യുമായി
BJP അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് മുന്നണി സംവിധാനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. DMK ഉണ്ട്. അപ്പോൾ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം മാറി മറിഞ്ഞ് BJP രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തവരാണ്. അപ്പോൾ ADMK BJP മുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് വന്ന് ഞങ്ങളുമായി സംസാരിച്ചു. സഹകരണം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവരുടെ നിലവിൽ BJP ബന്ധം വിച്ഛേദിച്ച ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ ചർച്ച നടന്നു. അവർ ദിണ്ടിക്കൽ പാർലമെൻറ്റ് സീറ്റ് നൽകി, നമ്മളതിൽ മത്സരിക്കുന്നു. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാടിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എപ്പോഴും സ്വീകരിക്കുക. സ്വാഭാവികമായും ഒരു BJP വിരുദ്ധ മുന്നണിയിലെ പാർട്ടിക്ക് പങ്കാളിത്തം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പാർട്ടി അതിനാ മുൻഗണന കൊടുക്കുക. നമ്മൾ ഇന്ത്യ മുന്നണിയെ ദേശീയ തലത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി ദേശീയ തലത്തിൽ 18 മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തോട് സ്വതന്ത്രമായൊരു നിലപാട് കേന്ദ്രത്തിൻ്റെ പെർമിഷൻ എടുക്കാൻ തന്നു. ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. ഒരിക്കലല്ല, മതനിരപേക്ഷ ചേരിയിലാണ് ADMK തമിഴ്നാട്ടിൽ. ക്ലിയർ ഇല്ല, മതനിരപേക്ഷ ചേരിയിലാണ് ADMK തമിഴ്നാട്ടിൽ. അവർ മുമ്പ് NDA മുന്നണിയിലായിരുന്നു. അതിനു മുമ്പ് DMK NDA മുന്നണിയിലായിരുന്നു. അല്ല, എന്താണെന്നറിയോ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അഥവാ അതോടൊപ്പം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാനും തീരുമാനിച്ചു. അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇനി വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പറയും, അവർക്കത് ബുദ്ധിമുട്ടാവുക. എങ്ങനെ മനസ്സിലായില്ല? നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ വോട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ ഭരണങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ വോട്ട് ചെയ്യുക. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമാകല്ല വോട്ട്. ഏത്? അല്ല, അതല്ലല്ലോ ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടാണല്ലോ. ഞങ്ങൾ ആരെന്ത് പറയുന്നു എന്നതല്ല, ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത രാഷ്ട്രീയ നിലപാടാണ്. അത് നമ്മൾ ക്യാമ്പയിൻ ഇറങ്ങാനോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങത്തരം ഒരു ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അവരാവശ്യപ്പെടുമെന്ന് നമുക്കറിയില്ല. നമ്മളത്ര ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രഖ്യാപനമല്ലല്ലോ. തമിഴ്നാട്ടിൽ മാത്രമാണ്. മറ്റു പലയിടത്തും രൂപപ്പെടേണ്ട സഖ്യത്തെ കേരളത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. അതെന്താണെന്ന് പറയുക, നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രാഷ്ട്രീയ അംഗീകാരം കേരളത്തിൽ ഏതെങ്കിലും മുന്നണികൾ നൽകാൻ സാധ്യതയിൽ നമ്മളത് പരിശോധിക്കും. അതിപ്പോൾ UDF എന്നൊന്നും നമുക്കങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയല്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെ വളർച്ചയല്ലോ. ഇപ്പോൾ തമിഴ്നാട് മോഡലൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതിപ്പോൾ LDF UDF എന്നൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഉറപ്പ് ചോദിച്ചിട്ടില്ല. അത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയൊരു പരാജയമാണ്. പാർട്ടിയുടെ പ്രതിഷേധങ്ങൾ ഇന്നലെയും ഇന്നും നടക്കുന്നുണ്ട്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞങ്ങൾ ഉന്നയിക്കുന്നു. ഞങ്ങളെന്ന് മാത്രമല്ല, CPMൻ്റെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു ആക്ഷേപമുണ്ട്. കാരണം അത് ഒരു സംഘപരിവാർ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നുവെന്നാണ്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന എനിക്ക് തോന്നുന്ന അവസാനത്തെ സാക്ഷ്യപ്പെടുത്തലാണിപ്പോൾ റിയാസ് മൗലവി പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ആശ്ചര്യം തോന്നിയത് അതിനെതിരെ ആ വിധിയെ പൗരബോധത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യൽ വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതാണ്. എത്ര ലജ്ജാകരമാണ് ആ സമീപനം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട്. അതാണ് ബോധ്യം. ഒരിക്കലുമില്ല. നമ്മളിതിൽ
ഞാൻ ഇപ്പോൾ NRC വിരുദ്ധ സമരം നടത്തി, ഹർത്താൽ നടത്തി അന്ന് കേരളത്തിൽ. STP ഉൾപ്പെടെയുള്ളവരാണ് ഹർത്താൽ നടത്തിയത്. ആദ്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സമരവും അതാണ്. ജനങ്ങളതിനെ പിന്തുണച്ചു. ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എന്നതല്ലാതെ ഞാനൊക്കെ ഇന്ന് ആ കേസിനെ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. ഞാനും തുളസീധരൻ പള്ളിക്കൽ ഉൾപ്പെടെയുള്ളവർ. ഞങ്ങളുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്, ജനറൽ സെക്രട്ടറി റോയി അറക്കൽ. ഞങ്ങളൊക്കെ ഇതിനെ ഫേസ് ചെയ്യുകയാണ് ഈ കേസ്. ഞങ്ങളൊരു നിവേദനവുമായിട്ട് പോയിട്ടില്ല ഞങ്ങളുടെ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ ഒരാളോടും അങ്ങനെ ആവശ്യപ്പെടും. നിയമപരമായി ഞങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ്. അത് ഉണ്ട്. അത് ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ എല്ലാ മുന്നണിയുടെ ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതറിയോ, അങ്ങനെ തെരഞ്ഞെടുപ്പ് എല്ലാവരും ബന്ധപ്പെടും. നമ്മൾ നമ്മുടെ നിലപാട് പറയും. അത് ഓക്കെ, താങ്ക് യു. നന്ദി, സന്തോഷം.